മക്കളെ എന്നെ കളിയാക്കും. ഇവിടെ ഇപ്പോൾ ഓണം നിർജീവമായി പോകുമ്പോൾ അവിടെ വളരെ സജീവമായി വരുകയാണ്. മുഹൂർത്തം ശുഭമുഹൂർത്തം പറഞ്ഞ് ചെമുഹൂർത്തം പറയും. അത് ഓണം ഒരു വിളവെടുപ്പ് ഉത്സവം മാത്രമല്ല, നമ്മുടെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ പുരാണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ കേരളീയരുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ആഘോഷമാണ്. മേടം ഇടവ മാസങ്ങളിൽ വിളവെടുപ്പ് നടത്തുന്ന കർഷകന്റെ അധ്വാനത്തിന്റെ ഫലമാണ് അത് ചിങ്ങമാസത്തിൽ വിളവെടുപ്പ് നടത്തുന്നത്. അത് സ്വാഭാവികമായിട്ടും ആ മാസം അവർക്കൊരു ഉത്സവ മാസം തന്നെയാണ്. അതാണ് കേരളത്തിന്റെ മൊത്തം ആളുകളുടെയും ഒരു ഉത്സവമായി മാറാനുള്ള കാരണം. നമ്മുടെ ലോകത്ത് തന്നെ ഏത് ഭാഗങ്ങൾ പഴയ കാലങ്ങൾ എടുത്തു കഴിഞ്ഞാലും കാർഷിക അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കൃഷിനെ ആശ്രയിച്ചിട്ടാണ് അവരെല്ലാം ജീവിച്ചിരുന്നത്. പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിൽ ഈ മഴയും അതുപോലെ തന്നെ വെള്ളവും കാര്യങ്ങളും ഒക്കെ ഇത്ര യഥേഷ്ടം കിട്ടുന്ന ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് കേരളീയന്റെ ഉത്സവങ്ങളൊക്കെ കാർഷിക വിളവെടുപ്പുമായിട്ടും അല്ലെങ്കിൽ കാർഷികമായിട്ടുള്ള നമ്മുടെ ഉത്സവങ്ങൾ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഉത്സവ പ്രതീതിയാണ് ആ കാലങ്ങളിൽ. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഈ ഓണം എന്ന് പറയുമ്പോൾ പല പല ഓർമ്മകൾ ഇങ്ങനെ വരും. എൻ്റെ ഒരു ഓണക്കാലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ വിട്ട് വന്നതിന് ശേഷം ചിലപ്പോൾ ഒരു ചായ പോലും കുടിക്കാതെ ഈ ഓണത്തിൻ്റെ ആ 10 ദിവസം നമ്മളൊരു പൂക്കോട്ട ഉണ്ടാവും. ആ പൂക്കോട്ട എടുത്തിട്ട് നമ്മൾ വീട്ടിലില്ല നമ്മളെ ജ്യേഷ്ഠനയ്യന്മാരെയൊക്കെ കൂട്ടി തൊട്ട അയൽവാസിയിലെ കുട്ടികളെ കൂട്ടിയിട്ട് ഒരു 10-15 പിള്ളേരിങ്ങനെ റോഡിന്റെ ഇരുവശത്തും അന്നത്തെ കാലത്തൊക്കെ വേലിച്ചെടികൾ ഉണ്ടാവും. ഈ വേലിച്ചെടിയിൽ എന്ന് പറഞ്ഞാൽ ഈ കോളാമ്പി പൂവ്, ശംഖുപുഷ്പം, തുമ്പ, അങ്ങനെയൊക്കെ ഒരുപാട് പൂക്കളുണ്ടാവും. ഈ വേലിയിൽ ഒരു നീല നിറത്തിലുള്ള ഒടിച്ചുത്തിപ്പൂവ് എന്ന് പറയും. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പറിച്ചു കൊണ്ടുവരും. ഈ കൊട്ടയിൽ പറിക്കും. കാര്യമായിട്ട് പറിക്കുക എന്താണെന്ന് വെച്ചാൽ മൊട്ടുകളാണ് പറിക്കുക. ഇപ്പൊ ചെമ്പരത്തി പൂവിന്റെ ആണെങ്കിൽ അതിന്റെ മൊട്ടാണ് എടുക്കുക. എല്ലാത്തിൻ്റെയും മൊട്ടുകളാണ്. അതുപോലെ മത്തം, കുമ്പളം, ഇതിൻ്റെയൊക്കെ മൊട്ടുകൾ കൊടുത്തിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ചെടീൻ്റെ അടിയിൽ നമ്മളിത് സൂക്ഷിച്ച് വെക്കും. സൂക്ഷിച്ച് വെച്ചിട്ട് രാവിലെ ഇത് മഞ്ഞൊക്കെ തട്ടിയിട്ട് രാവിലെ ആകുമ്പോൾ നമ്മളിതിങ്ങനെ പൂവൊക്കെ ഇങ്ങനെ വിടർന്ന് വന്നിട്ടുണ്ടാവും. കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. കാരണം ഈ മഞ്ഞൊക്കെ തട്ടിയിട്ട് ഇങ്ങനെ പൂക്കൾ ഒരു ഹാഫ് വിടറിലിങ്ങനെ നിൽക്കും. എല്ലാ ദിവസവും നമ്മൾ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് അമ്മയൊക്കെ നമ്മളെ വഴക്ക് പറഞ്ഞ് എണീപ്പിക്കണം. ഈ ഓണക്കാലത്ത് അതിൻ്റെ ഒരു പ്രശ്നമില്ല. ഈ പൂവിടണല്ലോ എന്നുള്ള നമ്മളുടെ ഒരു ആഗ്രഹമാണ്. പിന്നെ അതിങ്ങനെ വട്ടത്തിലിരുന്നിട്ട് ആ ചാണകമൊക്കെ മെഴുകിയ ആ തറയിൽ അതൊക്കെ ഒരു വല്ലാത്തൊരു ഓർമ്മയാണ്. അന്നൊന്നും ഇപ്പോൾ ഇതുപോലെ ഇപ്പം നമുക്ക് ഒരു ഷർട്ടോ ഇന്നത്തെ കുട്ടികളെ പോലെ ഒന്നുമല്ല. ഒരു ഷർട്ട് ഇപ്പം മേടിക്കണം തോന്നി കഴിഞ്ഞാൽ അതപ്പം നമുക്ക് കിട്ടുന്നൊന്നുമില്ല. അത് നമുക്ക് ആഗ്രഹിച്ച് ഇതുപോലെയുള്ള ഉത്സവ കാലങ്ങളിലാണ് അപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ച് ഒക്കെ കിട്ടാറുള്ളത് അതുപോലുള്ള സമയങ്ങളിലാണ്. ഓണത്തിനാണ് ഏറ്റവും നല്ല ഉടുപ്പ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഓണം എന്ന് പറയുമ്പോൾ പൂർവികർ, അതായത് അച്ഛൻ, ഇന്ന് ഇപ്പോൾ അമ്മ ഉണ്ട്, അവരൊക്കെ നമുക്ക് തന്ന സ്നേഹവും അന്ന് അതിനൊക്കെ കൊടുത്തൊരു പ്രാധാന്യം, അത് അവർ എല്ലാവരിലേക്കും ഈ ഓണക്കോടിയും കാര്യങ്ങളിലൊക്കെ കൊടുക്കാനും എത്തിക്കാനും ഉണ്ടായ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഇപ്പോൾ പിന്നീട് വരും കാലങ്ങളിലാണ്. ഇപ്പോൾ ഇന്നത്തെ ജനറേഷന് ഇപ്പോൾ നമ്മളിതൊന്നും പറഞ്ഞാലും മനസ്സിലാവില്ല. കാരണം അതൊക്കെ ഇനി വർഷങ്ങളെടുക്കും. ഏതൊരാൾക്കും ഈ വക കാര്യങ്ങൾ ഒക്കെ മനസ്സിലായി വരണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 38 വയസ്സിന് ശേഷമായിരിക്കും. ചെറുപ്പത്തിൽ നമ്മൾ ഈ കാട്ടിൽ ഊഞ്ഞാലിൻ്റെ ഒരു വള്ളി എന്ന് പറയും, ചാലുവള്ളി എന്ന് പറയും, നമ്മൾ അങ്ങനെ വിളിക്കുക. അപ്പോൾ ആ വള്ളി നമ്മൾ പൊട്ടിച്ചു കൊടുത്തിട്ട് ഒരു 15 ദിവസം മുമ്പ് തന്നെ അതിങ്ങനെ ഏതെങ്കിലും മാവിലോ ആ വള്ളി കൊണ്ട് ആദ്യം ഊഞ്ഞാലുണ്ടാക്കും. അതിൽ ആടി ഒന്ന് വീണതിന് ശേഷമായിരിക്കും പിന്നെ ഒറിജിനൽ ഊഞ്ഞാല് എല്ലാവരും വീട്ടുകാരും അയൽവാസികളൊക്കെ കൂടിയിട്ട് ചിലപ്പോൾ ഒരു ഊഞ്ഞാലൊക്കെ പിന്നെ സംഘടിപ്പിക്കും. അങ്ങനെ ഒരുപാട് രസകരമായ ഓർമ്മകൾ നിങ്ങൾക്കും ഉണ്ടാകാം. ബാക്കിലോട്ട് ചിന്തിച്ചു നോക്കുമ്പോൾ നമ്മളെ ഏറ്റവും വേണ്ടപ്പെട്ടവരൊക്കെ നഷ്ടപ്പെട്ട ആളുകൾക്ക് കൂടുതലും ഈ ഇത്തരത്തിലുള്ള ഉത്സവങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹൃദയസ്പർശിയായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഓർമ്മയുമായിട്ട് നമ്മളെ പാലക്കാട് ഒരു ഹോട്ടൽ നടത്തുന്ന മണിയേട്ടനെ നമുക്കൊന്ന് കണ്ടു നോക്കാം. നിങ്ങളെ കുട്ടിക്കാലത്തിലെ ഓണത്തിനെ കുറിച്ച് എന്തൊക്കെയാണ് അഭിപ്രായങ്ങൾ? അഭിപ്രായങ്ങളൊക്കെ നല്ല വിഭവങ്ങൾ വെച്ചുണ്ടാക്കുക, മക്കളും കുടുംബമായിട്ട് മഹാബലിനെ വെച്ച് കുമ്പിടുക, ഭക്ഷണം കഴിക്കുക, നല്ല സ്നേഹത്തോടുകൂടി പെരുമാറ്റം. അതേ രീതിയിൽ തന്നെ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കും. അതൊക്കെ അവരെ ഓർമ്മിക്കുന്നതിൽ നമ്മളിതൊക്കെ കൊണ്ടാടുന്നതും മഹാബലിനെ വരവേൽക്കുന്നതും അച്ഛനമ്മ തന്നിട്ടുള്ള ചിട്ടയാണ്. നമ്മളായിട്ട് പുതിയ ചിട്ടകളൊന്നുമില്ല. പുതിയ ചിട്ട പൂക്കളത്തിന് മാത്രം. മഹാബലിയോടുകൂടി അതിനോട് ആരാധിച്ച് അതിൻ്റെ നല്ല കാര്യങ്ങൾ സംസാരിക്കുക, പാട്ടുപാടുക, കളിക്കുക, ചിരിക്കുക, എല്ലാവരും ഒത്തുകൂടി 2 ദിവസം വീട്ടിലുണ്ടാവും, കുടുംബത്തിൽ തറവാട്ടിലുണ്ടാവും. അന്ന് പറഞ്ഞ വസ്ത്രത്തിന് വലിയൊരു ഇതാണ്. പുതുവസ്ത്രം പറഞ്ഞ എന്തോ ഒരു ലക്ഷങ്ങൾ കിട്ടിയ മാതിരിയാണ്. ഇന്നിപ്പോൾ വസ്ത്രത്തിന് ആർക്കും താല്പര്യമില്ലല്ലോ. അച്ഛനായിട്ടുള്ള കാലം തൊട്ട് ഈ നേരം വരെ അങ്ങനെയാണ്. അച്ഛനെ ഓർമ്മ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു വിഷമം അല്ലേ? അത് അതങ്ങനെയാണ്.
ഈ വർഷം വരെ എത്തി, മുടക്കില്ലാതെ. അതന്നെയാണ് എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും മനസ്സിലായത് ഇതൊക്കെ തന്നെ. അതായത് നമുക്ക് ഈ ഓണവും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളും മക്കളും അനിയന്മാരും ഏട്ടത്തിമാരും എല്ലാവരും ഒക്കെ ഒത്തുകൂടാനുണ്ടാക്കിയ ഒരു അവസരമാണ്. ആ ഒരു ദിവസം ഈശ്വരനോട് നല്ല രീതിയിൽ പ്രാർത്ഥിച്ചിരിക്കുക, എല്ലാവരും സന്തോഷത്തോടു കൂടി, ഒരല്ലലില്ലാതെ. ഇന്ന് എല്ലാം ആർഭാടത്തിലും ഫോണിലാണ്, എല്ലാവരും ഒത്തുകൂടുന്ന സമയങ്ങൾ അപൂർവം കമ്മിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മനസ്സിലൊരു സങ്കടം ഉണ്ടാകും. എന്താ പറയുക, എല്ലാം തികഞ്ഞിരിക്കുന്ന സമയത്ത് ഒരാളില്ലാണ്ടിരിക്കുമ്പോൾ അയാൾ കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ വളരെ ഭംഗിയായില്ലേ എന്നുള്ളൊരു തോന്നലുണ്ടാകും. അപ്പം മക്കളെ എന്നെ കളിയാക്കും, നിങ്ങൾക്ക് പഴയ ഓർമ്മയൊന്നും. അപ്പം ഞാൻ വെറുതെ പറയും, എൻ്റെ അച്ഛനമ്മയ്ക്ക് ഞാൻ കുട്ടിയാണ്, അവർക്ക് ഞാൻ കുട്ടിയാണ്, അത് മുടക്കില്ലാണ്ട് എത്തട്ടെ പറയും. കുട്ടികളെ മഹാബലി വെച്ചിട്ടുണ്ടാവും. അത് ഉത്രാടം ദിവസം രാവിലെ വെക്കും. ഔട്ടം ചതയം കഴിയുന്നവരെ 4 ദിവസം അതിന് ആരാധിച്ച് വരും. അതിനുവേണ്ടി സദ്യകളൊക്കെ ഒരുക്കും ചെയ്യും. അത് അമ്മയും അച്ഛനായിട്ട് ചെയ്ത് വന്നുള്ള പഴക്കങ്ങൾ ഇപ്പോഴും അത് മുറതെറ്റാതെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം എല്ലാം കൈവിട്ട് ഓരോന്ന് നമ്മളെ വിട്ട് പോകുമ്പോൾ നമ്മുടെ മനസ്സത് പതറാതെ നമ്മളതിനെ കൈകാര്യം ചെയ്ത് പോകുന്നുണ്ട്. അവരെയൊക്കെ മുന്നിൽ നിർത്തിയിട്ട് മനസ്സിൽ സങ്കല്പിച്ചിട്ട് കൂടെ ഉണ്ടാവുമ്പോൾ നമുക്ക് അതിൻ്റെ വില അറിയില്ല. ഇപ്പോൾ മണിയേട്ടൻ്റെ അവസ്ഥ കണ്ടില്ലേ, ഇതുപോലെ തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും ഒരു പാഠമാണ്. ഓണായിക്കോട്ടെ, ക്രിസ്മസ് ആയിക്കോട്ടെ, പെരുന്നാളായിക്കോട്ടെ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടപ്പിറപ്പുകളും നമ്മൾ സുഹൃത്തുക്കളും ഒക്കെ ഒത്തുചേരാൻ പൂർവികരായിട്ട് കണ്ടെത്തിയ ഒരു മാർഗം കൂടിയാണ്. ആത്മാവ് എന്നുള്ള സങ്കല്പമൊക്കെ ഉണ്ടെങ്കിൽ ഈ മണിയേട്ടൻ്റെ പോലെയുള്ള ആളുകളുടെ അച്ഛനും ബാക്കിയുള്ളവരും അമ്മയൊക്കെ അവിടെ ഇരുന്നു കൊണ്ട് ഇവരെ ഒത്തൊരുമ ഓണം എല്ലാ മക്കളും കൂടി അല്ലെങ്കിൽ എല്ലാ അയൽവാസികളും മൂപ്പര സുഹൃത്തുക്കളൊക്കെ കൂടി ഭക്ഷണം കഴിച്ച് പിരിയുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, അതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഉത്സവങ്ങളൊക്കെ എനിക്ക് തോന്നുന്നത് ഇത്രയും ഒരു ജനകീയമായിട്ട് അല്ലെങ്കിൽ നമ്മളിങ്ങനെ കൊണ്ടാടുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളൊക്കെ കുട്ടിക്കാലത്ത് നമുക്കൊക്കെ ഓരോ ഓർമ്മകൾ ഉണ്ടാവും. പഴയ കാലത്തെ ഓർമ്മകൾ എന്തൊക്കെയായിരുന്നു? അപ്പൊ ഒരു 7ാം ക്ലാസ് ആ ടൈപ്പിലേക്ക് ഞങ്ങള് പൂച്ചെടി പൂവ്, ശംഖുപുഷ്പം പൂവ്, പിന്നെ ചെണ്ടുമല്ലി പൂവ്, മഞ്ഞർലി പൂവ് അങ്ങനെയൊക്കെ പറിച്ചുകൊണ്ട് വരും. പറിച്ചിട്ട് ഒന്ന് പൂവിടാം. കൃഷിയൊക്കെ ഉള്ളതുകൊണ്ട് അവിലൊക്കെ ഇടിച്ചിട്ട് കുത്തിരി ഉണ്ണും. ഉത്രാടത്തിന് ശുഭമുഹൂർത്തം പറഞ്ഞിട്ട് നിലവിളക്ക് വെച്ചിട്ട് നിലവിളക്ക് നേരെ കത്തണം. നാളം ശരിക്ക് കത്തുന്ന സമയത്ത് അച്ഛൻ ഇട്ട്. പിന്നെ തിരുവോണത്തിന് സേമിയ പായസം, പിന്നെ ചെറുപയർ പായസം ഒക്കെ വെക്കും. അത് നിറയെ വെക്കും. വീട്ടിൽ തന്നെ ചെറുപയർ ഉണ്ടാക്കണേ. ഒരു 2 പറം ചെറുപയറൊക്കെ ഉണ്ടാക്കും വീട്ടില്. അത് 2-3 ദിവസം പായസം കുടിക്കാനായിരിക്കും അധികം. നമുക്ക് പുതിയ തുണി കിട്ടുമല്ലോ, ആ പുതിയ തുണി കിട്ടുമല്ലോ, നമ്മൾ കാത്തിരിക്കുകയാണ് എപ്പോഴാണ് അച്ഛൻ എടുത്തിട്ട് വരിക എന്ന് പറഞ്ഞിട്ട്. പിന്നെ വീട്ടിൽ എന്താണ് പായസം, എന്തിന്റെ പായസം എന്ന് പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കും. ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു ഓണത്തിന്റെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? വീട്ടില് ശുഭമുഹൂർത്തം പറഞ്ഞ് വിളക്ക് കൊളുത്തി വെച്ച് കൊണ്ടല്ലൊന്നുമില്ല. ഇവര് ടീറ്റിയാണല്ലോ. ഞാൻ മൊബൈലിലാണ് ഓണം നമ്മള് മൊബൈലിലാണ്. ഇപ്പൊ മാത്രമല്ല, മസ്കറ്റിലുള്ള കുട്ടികൾ അവിടെ ഓണം പരിപാടി അത്തം മുതൽ ഓണക്കളിയും ഓണവേഷം കെട്ടലും ഈ മാവേലി വേഷം കെട്ടി അവിടെ നല്ല പരിപാടിയായിരുന്നു. പേരക്കുട്ടി വന്ന് കൃഷ്ണൻ, മോള് തിരുവാതിരക്കളിയൊക്കെ കഴിച്ച് അവിടെ ഒരു ദിവസം ഫുള്ള് വളരെ ഗംഭീരമായ രീതിയിൽ ടച്ചിങ് ആയിട്ടുള്ള രീതിയിലാണ് അവിടെ ഓണം കൊണ്ടാടുന്നത്. ഇവിടെ ഇപ്പൊ ഓണം നിർജീവമായി പോകുമ്പോൾ അവിടെ വളരെ സജീവമായി വരുക. അപ്പൊ പഴയ ആളുകൾക്കൊക്കെ ഉള്ളൊരു കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ ഓണം വാട്സപ്പിലും ബാക്കി സോഷ്യൽ മീഡിയയിലും ഒതുങ്ങി എന്നാണ് പലവരുടെ ഒരു കംപ്ലൈൻറ്റ്. കാരണം പഴയ പോലെയുള്ള പൂ പറിക്കാൻ പോക്കും മറ്റുള്ള കാര്യങ്ങളും ഓണപ്പൂവിടലും കാര്യങ്ങളൊക്കെ വളരെ മൈന്യൂട്ടായിട്ട് കുറഞ്ഞു പോയിട്ടുണ്ട്. ഏത് ഓണാണ് പുളി എന്നല്ലേ പറഞ്ഞത്? എടാ ഞങ്ങളെ കാലത്ത് ഓണം തന്നെയാണ് പുളി. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ ചെറുപ്പത്തിൽ ഞങ്ങൾ കുട്ടികളായിരിക്കുന്ന ആ ടൈമിൽ ഒരുപാട് കളികൾ, അതുപോലെ തന്നെ നമ്മളെ അച്ഛന് അമ്മ ഇവരോടൊക്കെ ഒന്നിച്ചുള്ള ഓണസദ്യ ഞങ്ങളെ സംബന്ധിച്ചോളം കുട്ടികളാവുമ്പോൾ അത് അർമാദിക്കാനും അതിന്റെ മാക്സിമം എൻജോയ്മെന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടാകുക ആ ചെറുപ്പകാലത്തിലുള്ള ഓണം. പ്രായമാകുമ്പോഴുള്ള ഓണത്തേക്കാൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ ഏറ്റവും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുക നിങ്ങളെ ഈ ചെറുപ്പകാലത്തുള്ള ഓണം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും അവരുടേതായ രീതിയിൽ വ്യത്യസ്തമായ ഒരുപാട് ഓണവിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. At its heart, Onam is a festival that celebrates abundance of nature harvest, community, culture and love. It remains as the prosperity is not just in wealth but in unity and harmony.